ഇനി ഞാൻ ലേറ്റർസോ ഫ്രീ എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇത് CK ഫ്രീ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. CK ഫ്രീ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ മലയാളത്തിൽ. ഐ തിങ്ക് ഏർലി ഡേയ്സിൽ നമ്മളെ ചാനൽ തുടങ്ങിയ കാലത്ത്. CK ഫ്രീ എന്ന് പറഞ്ഞാൽ നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് എക്കോട്ടിക് അരോമാറ്റിക് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. ചെറിയൊരു സ്പൈസി വുഡി ഹിന്റ് ഒക്കെ തരുന്ന ഒരു ഫ്രാഗ്രൻസ്. സോ അതിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണത്. ഞാൻ മുമ്പ് എന്നോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകളിൽ ഒരെണ്ണമാണെന്നൊക്കെ. അന്ന് പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ചില പെർഫ്യൂംസ്, നമുക്ക് പരിചിതമായ ചില പെർഫ്യൂംസിനൊക്കെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിക്കും. ഒന്ന് നമ്മുടെ ഗുച്ചി ഗിൽറ്റീൻ്റെ ഒക്കെ പോലെ ഒരു വൈറ്റ് ഫ്ലോറൽ ടച്ച്, അതുപോലെ തന്നെ മറ്റേ ലക്കോസ്റ്റ് വൈറ്റ് എന്നൊക്കെ കിട്ടുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു അരോമാറ്റിക് വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ആണ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. സോ CK ഫ്രീന്റെ ചില വേർഷൻസ് ഒക്കെ ഇപ്പൊ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. ബട്ട് ഇതുപോലത്തെ ഇൻസ്പയർഡ് വേർഷൻസ് കിട്ടാറുണ്ട്. കാരണം ഒരു കാലത്ത് നല്ല പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു CK ഫ്രീ. സോ ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഒരു ലൈറ്റർ ആയിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസ് ആണ്. സോ ഇതൊരു 1.5 hours ലെവലിലേക്കാണ് പ്രൊജക്ഷൻ ഉണ്ടാവുക. അത്ര പ്രൊജക്ട് ചെയ്യുള്ളൂ. പിന്നെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ലോഞ്ചിവിറ്റി തരക്കടില്ലാതെ കിട്ടുന്നുണ്ട്. ഒരു 4 to 5 hours വരെയൊക്കെ മാക്സിമം പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഒരു പെർഫ്യൂമാണ്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചെറുതിൽ ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങളൊരു ഇനൊഫെൻസീവ് ആയിട്ടുള്ള ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഓഫീസ് പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഡേ ടൈം പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. ഭയങ്കര എക്സ്ട്രീം ലോഞ്ചിവിറ്റി, എക്സ്ട്രീം ആയിട്ട് പ്രൊജക്ഷന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. എല്ലാവർക്കും അത്തരം പെർഫ്യൂംസ് ആവശ്യമില്ല. മോസ്റ്റ്ലി ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു എലഗൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ആദ്യം പറയാം, ഭയങ്കര പെർഫോമൻസ് നോക്കിയിട്ട് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല. അത്തരം ആളുകൾ പിന്നെ വാങ്ങിയതിന് ശേഷം ഇത് 4 മണിക്കൂർ കിട്ടുന്നുള്ളൂ എന്നൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ആദ്യ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സൈഡൊന്നും കാണാതെ പിന്നെ പോയിട്ട് വലിയ എക്സ്പെക്ടേഷൻസിൽ പോകരുത്. ഉള്ളത് റിയൽ ആയിട്ട് പറയുന്നതുകൊണ്ട് അതിന്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളവർ മാത്രം യൂസ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങളില്ല ശരിക്കും. പക്ഷെ നമ്മളൊരു സംഭവം ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഹാപ്പിനെസ് ആണ് ഒരാൾക്ക് കൈമാറുന്നത്. സോ അത് കൈമാറുമ്പോൾ പിന്നെ അയാൾ ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് എന്താ പറയാ ഇത് പരിചയപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഇത് മോശമാണെന്നല്ല കേട്ടോ. 4 hours ലെവലൊക്കെ നിൽക്കുന്നത് 4 to 5. അത് ഈവൻ നമ്മുടെ ഗുച്ചി ഗിൽറ്റി, മറ്റേ ക്രീഡല്ല, ബ്ലൂഡി ഷനയില്, ലക്കോസ്റ്റ് വൈറ്റ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അത്രേ നിൽക്കുകയുള്ളൂ. പക്ഷെ അത് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പറഞ്ഞാല് സാധാരണ ഹാർഡർ ആയിട്ടുള്ള പെർഫ്യൂംസിനേക്കാൾ കൂടുതൽ അത്തരം പെർഫ്യൂംസ് തന്നെയാണ്. ഈവൻ നമ്മുടെ അടുത്തും കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാഗ്രൻസുകൾ പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ പ്രൈസ് വരുന്നത് 8 ml 200, 20 ml 420, 50 ml 850, 100 ml 1590. അതിൽ പിന്നെ കോംബോ ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ ചില സീസണൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. അത് 8 ml അല്ല, അതിന്റെ വലുതിലേക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അത് ഡിപ്പെൻസ് ഓൺ സീസൺസ്, ഡിപ്പെൻസ് ഓൺ എന്താ പറയുക കോംബോ ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നമ്മുടെ ലേറ്റസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ